അല്ല പാത്തു, അനക്കെങ്ങനെ ഇതിനൊക്കെ കൂട്ടിക്കാൻ കഴിഞ്ഞ്? നമ്മളെ മോളല്ലേന്ന് കരുതി ഞാന്. അതിന് ഓളെ കുറ്റം പറയണ്ട. ഓൻ പറഞ്ഞ് ജയിച്ചതാണ്. അതിന് കൂട്ടു നിൽക്കാൻ ആ മജീദും. നിങ്ങളെ ചങ്ങാതിയും ചതിച്ച്. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട. നീ തൽക്കാലം ഒരു റൂം കിട്ടുമെന്ന് നോക്കുക. എനിക്ക് മനസ്സിലായില്ലേ മോളുടെയും മരുവാൻ്റെയും സ്നേഹം. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉള്ളൂ. ഇന്നിപ്പോൾ നബീസിൻ്റെ അടുത്ത് കൂടാ. അത് വേണോ? എന്താ, എനക്ക് തിരിച്ചു പോണോ? എന്താ മുഹമ്മദ് കാ, എന്താ രണ്ടാളും കൂടി? അതൊക്കെ പിന്നെ പറയാ നബീസ. ഉമ്മയുടെ അകത്തുണ്ട്, വർക്കാണ്. നിങ്ങൾ കേറി വരി. ഉപ്പാ, ഉമ്മ, ഉപ്പാ, ഉമ്മ വിളിക്കുന്നുണ്ട്. നമ്മളെ പുറത്തോണ്ട് കളയാൻ. എവിടെ പോയി ഇവര്? കാണുന്നില്ലല്ലോ. കുറെ വിളിച്ചിട്ട് അങ്ങോട്ട് പൊയ്ക്കോളൂ. ഇവരെ ഇവിടെ കാണുന്നില്ലല്ലോ. നബീസിന്റെ അടുത്തുനിന്ന് പോയി നോക്കാം. പോയി നോക്കാം. ഇവരെവിടെ പോയി? ഇനിയിപ്പോ നമ്മളില്ലാണ്ട് ടൂറ് പോലേക്കും ഇല്ല പാത്തു? നബീസ, നബീസ, ഉപ്പയും ഉമ്മയും ഇവിടേക്ക് വന്നിനാ? ഇല്ലല്ലോ. പിന്നെ എവിടെ പോയി ഇവര്? അന്വേഷിച്ച് വന്നേക്കണ്. എന്തായാലും ഞാൻ അവരോട് ചോദിക്കും. അതൊന്നും വേണ്ട നബീസ. ഒരു സമാധാനമായിട്ട് ജീവിക്കട്ടെ. അത് ഉപ്പാനോടൊന്നും പറയണ്ട, ഞാൻ വിളിച്ചോളാം. നിങ്ങളിനി എവിടേക്കാ പോന്ന്? ഇനിയിപ്പോ ഒരു റൂം നോക്കണം. എൻ്റെ ഉമ്മ അറിയണ്ട. ഉറങ്ങിക്കോട്ടെ. ഉമ്മ നല്ല ഉറക്ക. പോവല്ല പാത്തു? എന്നാലും ജമീല, ഇങ്ങക്ക് കുടിക്കാൻ കുറച്ച് ഫ്ലാസ്കിൽ വെള്ളം എടുക്കാം. വിളിക്കണേ നിങ്ങള്. ഇടയ്ക്കൊക്കെ നിങ്ങളിങ്ങോട്ട് വരണേ. നിങ്ങൾ പറഞ്ഞോണ്ടാ ഞാൻ ഇതിനെല്ലാം കൂട്ടു നിന്നേ. ഇനിയിപ്പൊ നാട്ടുകാരെന്താ പറയാ? എല്ലോ അനക്ക് വേണ്ടിയല്ലേ. എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറയണേ. ഉപ്പയും ഉമ്മ എങ്ങോട്ടാ പോയെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്ക്. ഞാൻ ഫോണിൽ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. ഒരു തിരിച്ചു വരും, ഈ പേടിക്കണ്ട. അല്ലേ തന്നെ ഓലെ നമ്മൾ കൊണ്ടാക്കാൻ നിന്നല്ലേ, ആ റിസ്ക് കുറഞ്ഞു കിട്ടി. ഒറ്റ റൂമുള്ളൂ. ഭാഗ്യത്തിന് ബാത്റൂമുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉണ്ട് കഴിയാം. ഇങ്ങനൊന്നും വിചാരിച്ചില്ല അവൻ്റെ സ്നേഹം കണ്ടപ്പോൾ. നമുക്കൊരാൺകുട്ടി ഇല്ലല്ലോ, അതാ എനിക്ക്. എന്തായാലും ഇതൊക്കെ ഒന്ന് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഇത്രയൊന്നും വരില്ലായിരുന്നു. എല്ലാം നിന്റെ തെറ്റന്നാ. ആ പാഹ മാജീദിനൊന്ന് കാണണം. ഇനി കണ്ടിട്ടെന്താ? കാണണ്ടേ? കണ്ടിട്ടെന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇജ്ജി മിണ്ടണ്ട. ആ അടുക്കള കയറിയിട്ട് ഒരു ചായ എടുത്ത് വാ. അതിന് അടുക്കളയുണ്ടോ ഇവിടെ? ഓ, അത് ഞാൻ ഓർത്തില്ല. ആ ഫ്ലാസ്കിൽ വെള്ളല്ലേ, അതും എടുക്ക്. ഹലോ. ആ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഓ. ആ മജീക, എന്താ നിസാറേ? നിങ്ങളെ ഞാൻ കാത്തുക്കേനു. ഇപ്പം എൻ്റെ പേരിലായ സ്ഥലം എനിക്ക് വിറ്റൂടെ? അതിനെന്താ, അത് വിറ്റിട്ട് അതിൻ്റെ കമ്മീഷൻ എനിക്ക് കൊണ്ടാ. ഓ, അത് റെഡിയാക്കാം. എൻ്റെ ചങ്ങായിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടിക്കണ്. എന്തായാലും ഒരു 20 ലക്ഷം കിട്ടൂലേ? ഏയ് അത് പോരടോ, കണ്ണായ സ്ഥലല്ലേ. ഒരു 30 ലക്ഷം കിട്ടും. 30 ലക്ഷം കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം ഞാൻ തരും. അപ്പോൾ അനക്കൊരു 20 ലക്ഷം പോരെ? 10 എനിക്ക് വേണ്ടി വരും. നിങ്ങൾക്ക് 5 ഞാൻ തരും. എൻ്റെ വർത്താനം കേട്ടാ വിചാരിക്കൂ ഈ പണിയെടുത്തുണ്ടാക്കിയാണ്. അത് പിന്നെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് 6 തരാം. 6 6. ഈ നാളെ തന്നെ അവനെ വിളിച്ച് ഉറപ്പിക്ക്. എന്നാൽ ശരി മജീദ് കാ. എന്നാ ശരി. ജമീല,
ഈ സ്ഥലം കൊടുത്തിട്ട് നമുക്ക് ടൗണിലൊരു സ്ഥലം എടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് ബാങ്കിലിടാം. നിങ്ങൾക്ക് ഈ വിചാരമേ ഉള്ളൂ? ഉമ്മയൊപ്പം എവിടെയുള്ളതെന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ? ഓരെവിടെയെങ്കിലും നിൽക്കട്ടെ. ഈ ഞാൻ പറഞ്ഞതിന് മറുപടി ഉണ്ടാ? എല്ലാം വിറ്റിട്ട് എന്നെ പരിപാടിയിലാക്കല്ലേ നിസാർക്ക? അനക്ക് വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്ത്. എന്നാലും ഉമ്മയും ഉപ്പയും ഈ മിണ്ടാണ്ടിരിക്കേ. ഹലോ അബു, ഈ ഓക്കെ ആണെങ്കിൽ 2 ദിവസം കൊണ്ട് കച്ചവടമാക്കാം. ഓക്കെ. കാര്യങ്ങളൊക്കെ ഇഞ്ഞി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഉം. അന്ന് തന്നെ ഇഞ്ഞി വിളിച്ചുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റി. കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കുക. ഓളയും പുയ്യാപ്പിളേനെയും നമുക്കൊരു പാഠം പഠിപ്പിക്കണം. കല്ലും മണ്ണും ലോഡ് കയറ്റി നമുക്ക് കരള് കല്ലായി മാറിക്കില്ലല്ലോ ഇന്ന് വരെ. പക്ഷേ അതൊന്നും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതാ അപ്പം. അങ്ങനെയും ഉണ്ടാവും കുറേ ജന്മങ്ങൾ. എന്നാ പിന്നെ വിളിക്കുക വയക്കാ. എന്നാ ശരി. പാത്തു, എന്തൊക്കെ വാങ്ങേണ്ടത്? ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങിക്കോളി. ആ മജീദേ, ആ നോമക്ക അവിടെ നിൽക്ക്. പഠിച്ചോനെ, മൂപ്പര മുമ്പ് പോയി പെട്ടല്ലോ. മജീദ് അണക്ക് അന്ന രസന്റെ കൈമ കിട്ടും. ഇപ്പം കിട്ടും. ഇപ്പം പിടുത്തം കൊടുത്താൽ ശരിയാവില്ല. നിസാറിൻ്റെ അടുത്തുനിന്ന് ഒരു 5 ലക്ഷം തന്നെ അടിച്ചു മാറ്റണം. മോളെ കാണാൻ തോന്നുന്നു. ഒന്ന് പോയാലോ? അനക്ക് കാണണേ കണ്ടോ? ഞാനില്ല. നിങ്ങളെ മനസ്സെന്താ ഇങ്ങനെ കല്ലായിപ്പോയത്? എൻ്റെ മോളുടെ മനസ്സാണ് കരിങ്കല്ല്, അല്ലാണ്ട് എൻ്റെ അല്ല. ഓരോ മക്കൾക്കും ഉപ്പയും ഉമ്മയും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവണം. മരുഭൂമിയിൽ കഷ്ടപ്പെടുമ്പോൾ നിങ്ങളെ 2 മുഖമാണ് എൻ്റെ മനസ്സിൽ. ഒന്ന് ഫോൺ ചെയ്യാൻ കൂടി സമയം കിട്ടിയില്ല അന്നൊന്നും. അത് ഉമ്മയും മോളും മുതലാക്കി. എനിക്കിപ്പോൾ ആരാ ഉള്ളത്? എൻ്റെ കുടുംബത്തിൽ എന്നെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. ഓർഫനേജിൽ നിന്ന് നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്നപ്പം ഒരു കുറവും വരുത്തരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദുബായി പോയി കഷ്ടപ്പെട്ട്. നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലേ, അതെല്ലാം എനിക്കറിയാം. മോളുടെ കൂടെ നിന്നപ്പോൾ ഞാനതെല്ലാം മറന്നുപോയി. അവരുടെ കൂടെ നിന്നുപോയി. എന്നെയും കൂടി നിങ്ങൾ വെറുക്കല്ലേ. ഏയ്, എനിക്ക് ആരോടും വെറുപ്പില്ല. നമ്മുടെ മരണം വരെ ഇങ്ങനെ കണ്ട് കഴിയുക. അനക്കെൻ്റെ കൂടെ കഴിയാൻ പറ്റെങ്കിൽ കഴിഞ്ഞോ, അല്ലെങ്കിൽ മോളെ കൂടാണ്ട് പൊയ്ക്കോ. ഞാൻ എവിടെയും പോകുന്നില്ല. നിങ്ങളുടെ കൂടെ മരണം വരെ ഞാനുണ്ടാകും. ആ, അങ്ങനെ ആയാൽ അനക്ക് നല്ലത്. മജീദ് കാ, എൻ്റെ സ്വന്തം സ്ഥലവും വീടും പെങ്ങ കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ഓ, അങ്ങനെ ഒരു നല്ല കാര്യം നീ ചെയ്തോ? അതൊരു കാട്ടിലെ സ്ഥലമാണ്. കരണ്ടും വെള്ളമൊന്നും അടുത്ത കാലത്തൊന്നും കിട്ടൂല. ഓ, അങ്ങനെ. ഈ സ്ഥലവും വീടും എൻ്റെ പേര് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പഠിച്ചോൻ്റെ ഓരോ കളിയേ. ഓ, ഈ പഠിച്ചോനെ വിളിക്കലുണ്ടല്ലേ? ചില നേരത്ത് എല്ലാ സുഖങ്ങളും ഒന്നിച്ചു തരുമ്പോൾ പഠിച്ചോനെ മറക്കും മജീദ് കാ. അത് ശരിയാ. എൻ്റെ അടുത്ത പ്ലാൻ എന്താ? ജമീലാൻ്റെ ഉമ്മൻ്റെ പേരുള്ള സ്ഥലം വിറ്റിട്ട് ടൗണിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങണം. പിന്നെ പറ്റുമെങ്കിൽ ഗവൺമെൻറ് ജോലിയുള്ള ഒരു പെണ്ണിനെയും കൂടെ നിക്കാഹ് കഴിക്കണം. എൻ്റെ റബ്ബേ, എൻ്റെ ആഗ്രഹം ഇത്രയും വലുതാണെന്ന് നമുക്ക് അറിയില്ലേനു. പഠിച്ചോനെ കൊണ്ടാ ഇനിയും കമ്മീഷൻ. എന്തിൻ്റെ? പെണ്ണിൻ്റെ. അതും നിങ്ങളെ കയ്യിലുണ്ട്? ആ, ഒന്ന് കോയമ്പത്തൂർ, ഒന്ന് കോട്ടയം, ഒന്ന് വയനാട്. മതി, എനിക്ക് കോട്ടയത്ത് മതി. എങ്കിലെടുക്കി പൈസ.
2 ദിവസം കഴിയട്ടെ. അത് പറ്റൂല. 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ എൻ്റെ സ്വഭാവം മാറൂലേ? ആ ഒന്നുമില്ല, ഞങ്ങൾ ഒരിക്കലും മറക്കൂല. ഇങ്ങനത്തെ മണ്ടന്മാരൊക്കെ കിട്ടിയാൽ എൻ്റെ കാര്യമൊക്കെ ഉഷാറായിട്ട് നടക്കും. ആയിഷ, നമ്മളെ വീടിൻ്റെ 2ാം നിലേൻ്റെ പണി തുടങ്ങണം. ഈ കോണ്ടാക്ട് ചന്ദ്രനൊന്ന് വിളിച്ചിട്ട് ഉടനെ പണി തുടങ്ങാൻ പറയട്ടോ. എന്നാൽ ശരിയേ? ആ ആ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളം തന്നെ ആക്കിയില്ലേ? അതിനൊക്കെ ഞാനില്ലേ മുഹമ്മദ്, നീ ധൈര്യമായിട്ട് പോരെ കയറി കൂടിക്കോ. ആ ഞാൻ പിന്നെ വിളിക്കട്ടോ. പാത്തു, ഈ നന്നാക്കി ഒരു ചായ കൊടുക്ക്. അപ്പോ ഇതുവരെ എടുത്തൊന്നും നന്നായിട്ടില്ലേ? ചി പറഞ്ഞത് കേക്ക് പാത്തുവോ? ഓ, ഇതാ ചായ. ഹലോ മജീദ് കാ, ആ എന്താ നിസാറേ? നിങ്ങൾ അർജൻറ്റായിട്ട് കാണണം. ആ ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ. ഇതെങ്ങനെ സംഭവിച്ച്? എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ മജീദ് കാ, വീടും സ്ഥലവും വേറെ കൊടുത്തുന്ന്. ഇതെങ്ങനെ സംഭവിച്ചേ? ഈ കാര്യം പറയ്. അപ്പോൾ ജമീലിൻ്റെ പാപ്പ നമ്മൾ രണ്ടാളെയും കളിപ്പിക്കുക ചെയ്തത്. അപ്പം ഉമ്മാൻ്റെ സ്ഥലോ? അതും പോയി. ആകെ പുലിവാലായല്ലോ. മജീദ് കാ, പിന്നെ കാണാം. ജമീല, ജമീല, എന്താ നിസർക്ക? ജമീല, ഉപ്പനെ വിളിക്കേ. എന്തിനാ? ജമീല, ഈ വിളിക്കേ, വേഗം വേണം. എവിടാന്ന് ചോദിക്കേ. എന്താന്ന് പറയേ, എന്നാലേ ഞാൻ വിളിക്കൂ. വീടും സ്ഥലവും ഇപ്പൊ വേറെ ആർക്കോ വിറ്റ്. നിങ്ങൾ കാര്യ പറയണേ? അതെ ജമീല, എന്തോ കളി നടന്നിക്കണ്. എന്നാ ഞാൻ വിളിക്കാം. ഹലോ ഉപ്പാ, നിങ്ങൾ ഏടിയാ? എൻ്റെ നമ്പർ ഈ ഒഴിവാക്കിയിട്ടില്ലല്ലേ? എന്താ ഇപ്പം വിളിക്കാൻ തോന്നിയത്? ഏയ് ഒന്നുമില്ല. എവിടെ സ്ഥലം പറയേ. ആ വിളിക്കാം. എവിടാ? ഇവിടെ അടുത്താ. വേഗം പോയി ഇപ്പനെയും ഉമ്മനെയും കാണണം. മജീദ് ഖാനെയും വിളിക്കാം. ഹലോ മജീദ് ഖാ. മോനെ, ഞാനില്ല, നിങ്ങൾ പോയിക്കോളി. എൻ്റെ 2ാം നില പോയി. ഓല് വരുന്നുണ്ടല്ലോ. എന്താ രണ്ടാളും കൂടി? ഉപ്പ, ഉമ്മ, എന്നെ ചീത്ത പറയരുത്. എന്തിനാ ചീത്ത പറയുന്നത്? നിന്റെ ഉപ്പയാണ് ഞാൻ. അവിടെ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നത് വെറുതെ വെള്ളത്തിൽ കലക്കി കളയാനുള്ളതല്ല. ഉപ്പ എന്നോട് ഈ ഇവിടെ പണി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ പണി തുടങ്ങിക്കുന്നു. മോമൊക്കെ ആളുഷാറാണല്ലോ. അല്ലപ്പാ, ഇനി ജമീലക്ക് വേണ്ടിയല്ലേ ആ വീട്. അത് പോട്ടെ, ഈ എന്തെങ്കിലും പണിയെടുത്തിട്ട് ഓളെ പോട്ടടോ. എന്നാലും നമ്മുടെ വീടും സ്ഥലവും. ഈ മിണ്ടണ്ട, പോയിക്കാൻ എൻ്റെ മുമ്പിന്ന്.
എവിടെ എൻ്റെ ബ്രോക്കർ മജീദ്? ഓനെ ഞാൻ വെറുതെ വിടും. അല്ലോ ഈ പാത്തും ഒരു വിവരം എന്നെ അറിയിച്ചില്ല. ആ കോവൻ്റെ മോള് നബീസാണ് പിന്നെ അറിയിച്ചത്. അനക്കില്ലാത്ത സ്നേഹം ഓക്കിന്നോടുണ്ട്, അതറിയാം എനിക്ക്. ഉപ്പ ഞങ്ങളുടെ കൂടെ വരണം. എങ്ങോട്ട്? അനക്കും പിയാപ്പിളക്കും വീടുണ്ടോ? ഓട് വിളിക്കാൻ വന്നിക്കണ്. മതി, ഓക്കൊരു തെറ്റ് പറ്റിപ്പോയി. കൂടെ ഞാനും കൂടി. ഇനി ഒന്നും പറയണ്ട. സ്ഥലം വീടും ഓൻ വിൽക്കാൻ പോവുക. നിമ്മടെ മോളെയും ഓൻ വിൽക്കും. ഒരു പിയാപ്പള. ഉപ്പ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യൂല. ഇനി ഞാൻ ജോലി ചെയ്ത് അവളെ നോക്കിക്കോളാം. ഉപ്പ ഇനി നിസാർക്ക ഒന്നും ചെയ്യില്ല. ഞാൻ സ്ഥലം വീടൊന്നും വേണ്ടേ നമ്മളെ രണ്ടാളെയും? വേണ്ട ഉപ്പ, എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. ഇനി ഓളും ഓനും അങ്ങനെയൊന്നും ചെയ്യൂല. നമ്മള് മരിച്ചാലേ ഓക്കൊരു വീട് വേണ്ടേ? അധികം പതപ്പിക്കണ്ട, സോപ്പ് തീർന്നു പോവും. പിന്നെ വയസ്സായി പോകുമ്പോഴേ വിവരമൊന്നും ഇല്ലാണ്ടായി പോവില്ല. എല്ലാം എനിക്കറിയാം. മനസ്സിലായ പിയാപ്പളെ? ആ വീട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അവിടെ എല്ലാവർക്കും താമസിക്കാം എൻ്റെ കൂടെ. നിങ്ങൾ രണ്ടാളും വാ. ഉം.